പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമ്മൾ പലപ്പോഴും മറ്റുള്ളവരോട് പല പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഒക്കെ പറയാറുണ്ട്. ഞാൻ പറയട്ടെ, നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും ഉസ്താദുമാരോട് പറയാൻ പാടില്ലാത്ത ചില കാര്യങ്ങളുണ്ട്. ഉസ്താദുമാരോട് പറയേണ്ട ചില കാര്യങ്ങളുണ്ട്. ഏതാണെന്ന് കേട്ടാലോ? മാത്രമല്ല, നമ്മുടെ ജീവിതത്തിൽ പറ്റിയ ചില കാര്യങ്ങൾ ഭർത്താവിനോട് നമ്മൾ പറയരുതേ. ചില കാര്യങ്ങൾ ഭാര്യയോടും പറയാൻ പാടില്ല. ചില രഹസ്യങ്ങൾ കൂട്ടുകാരോട് മിണ്ടരുത്. ചില കാര്യങ്ങളോ ഉമ്മയോടും വാപ്പയോടും പറയാനേ പാടില്ല. ജീവിതത്തിൽ മറ്റുള്ളവരോട് പറയേണ്ടതും പറയാൻ പാടില്ലാത്തതും ഉസ്താദുമാരോട് ഒരിക്കലും പറയാൻ പാടില്ലാത്തതുമായ ചില കാര്യങ്ങളുണ്ട്, ചില രഹസ്യങ്ങളുണ്ട്. അതിനെപ്പറ്റി ഇൻഷാ അല്ലാഹ് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ കേൾക്കാം. കൂടാതെ പലരും പറയുന്നു പ്രയാസമാണ്, പ്രശ്നമാണ്. എന്ത് പ്രയാസം? പിണക്കമാണ്. മക്കൾ തമ്മിൽ പിണക്കമാണ്, ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ പിണക്കമാണ്. അതുപോലെ തന്നെ മക്കളും മാതാപിതാക്കളും തമ്മിൽ വലിയ പ്രയാസത്തിലാണ്, പ്രശ്നത്തിലാണ്. അതായത് സംസാരിക്കാൻ തോന്നുന്നില്ല. അങ്ങനെ പിണക്കത്തിൽ കഴിയുന്ന ആളുകളെ ഇണക്കാൻ അള്ളാഹുവിൻ്റെ സുന്ദരമായ നാമങ്ങളിൽ ഒരു ചെറിയ നാമമുണ്ട്, ഒരു ഇസ്മുണ്ട്. നമുക്കതൊന്ന് പ്രയോഗിച്ചാലോ? ഇൻഷാ അല്ലാഹ്. ഏതാണ് ആ ഇസ്മ്, എങ്ങനെ പറയണം, എന്ത് ചെയ്യണം, വിശദമായി ഇന്നത്തെ ക്ലാസ് അവസാനം വരെ കാണാൻ മറക്കണ്ട. റബ്ബ് നമ്മളെ കബൂൽ ചെയ്യട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസ്വഹ്ബിഹി അൽ ഫായിസീന അജ്മഈൻ. അമ്മാ ബഅദ്. ബഹുമാന സ്നേഹം നിറഞ്ഞ മുത്തു മുഅ്മിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും അല്ലാഹുവിൻ്റെ ദീൻ അനുസരിച്ച് ജീവിക്കാൻ, മുഅ്മിനായി ജീവിക്കാൻ, അവസാനം കെലിമ ചൊല്ലി മരിക്കാൻ അല്ലാഹു തആല തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. നമുക്കെല്ലാവർക്കും അല്ലാഹു ആഫിയത്തുള്ള, ആരോഗ്യമുള്ള ദീർഘായുസ് തരുമാറാവട്ടെ. അനവധി ആളുകൾ പ്രത്യേകം ദുആ വസിയത്ത് നമ്മുടെ വീഡിയോകളിലൂടെ, കമന്റിലൂടെ, അതുപോലെ തന്നെ നേരിട്ട് കണ്ട് അല്ലാതെയൊക്കെ പറയാറുണ്ട്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് എല്ലാവരുടെ മനസ്സിലുള്ള ഹലാലായ മുറാദുകൾ ഹാസിലാക്കി കൊടുക്കുമാറാവട്ടെ. വേദനകൾ, വിഷമങ്ങൾ, സങ്കടങ്ങൾ, ദുഃഖങ്ങൾ, രോഗങ്ങളെല്ലാം അല്ലാഹു തആല നമ്മുടെയും നമ്മളുമായി ബന്ധപ്പെട്ട എല്ലാവരുടെയും മാറ്റി എല്ലാവിധ ഖൈറും തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, എൻ്റെ ഒരു സുഹൃത്ത്, ഞാനിങ്ങനെ കുറേ നാൾ കാണാതിരുന്നിട്ട് ഞങ്ങൾ കണ്ടപ്പോൾ ഞങ്ങളിങ്ങനെ സംസാരിക്കുന്ന കൂട്ടത്തിൽ മൂപ്പര് പറഞ്ഞു, പലപ്പോഴും എൻ്റെ ആ സുഹൃത്ത് മൂപ്പരും ഉസ്താദാണ്, ഒരു പള്ളിയിലെ ഉസ്താദാണ്, ഖത്തീബാണ്. അപ്പോൾ മൂപ്പര് പറഞ്ഞത്, പലപ്പോഴും തോന്നുന്നു ഈ പള്ളി ജോലി ഒന്ന് നിർത്തിയാലോ എന്ന് തോന്നുകയാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു, എന്തു പറ്റി? പറഞ്ഞു, വേറെ ഒന്നുമില്ല, പള്ളിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊന്നും കുഴപ്പമില്ല. പക്ഷേ ഒരുപാട് ആളുകൾ, ഇപ്പോൾ മഹല്ലുമായി ബന്ധപ്പെട്ടും അതല്ലാതെ മൂപ്പരറിയാവുന്ന ഒരുപാട് ആളുകൾ, അവരുടെ ജീവിതത്തിലെ ഒരുപാട് പ്രയാസങ്ങളും പ്രശ്നങ്ങളും സങ്കടങ്ങളും അതുപോലെ തന്നെ ഒരുപാട് കേസുകൾ, ഇതെല്ലാം വന്ന് ഇദ്ദേഹത്തോട് പറയും. ഇദ്ദേഹം എന്തെങ്കിലുമൊക്കെ ദുആയോ ദിക്റോ ഒക്കെ പറഞ്ഞു കൊടുക്കും. അപ്പോൾ അങ്ങനെ ഓരോ ആളുകളും ഓരോ ദിവസവും, ഒരു ദിവസം തന്നെ ഒരുപാട് ആളുകൾ ഇങ്ങനെ വ്യത്യസ്തമായ പ്രയാസങ്ങളും പ്രശ്നങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞ് ഇങ്ങനെ മറ്റുള്ളവരുടെ പ്രയാസങ്ങൾ കേട്ട് മനസ്സ് വല്ലാതെ നൊമ്പരപ്പെട്ട് രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ ഓരോ ആളുകളും ഓരോ ദിവസവും വന്ന് പറയുന്ന പ്രശ്നങ്ങൾ, അവരുടെ കുടുംബ പ്രശ്നങ്ങളും, പിന്നെ സിഹറിൻ്റെ കാര്യങ്ങൾ, കണ്ണീറിൻ്റെ കാര്യം, പിന്നെ കേസ്, കോടതി, ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ പറഞ്ഞ് അതൊക്കെ മനസ്സിലിങ്ങനെ കിടന്നിട്ട് ഉറക്കം വരുന്നില്ല. നമുക്ക് ഈ ഒരു ജോലി, അതായത് അദ്ദേഹം നിർത്തണമെന്ന് ആഗ്രഹിച്ച് പറഞ്ഞതല്ല, മനസ്സിലൊരു വിഷമം കൊണ്ട് പറഞ്ഞതാണ്. അപ്പോൾ ഇങ്ങനെ പല ഉസ്താദുമാരും പറയാറുണ്ട്. കാരണം ഉസ്താദുമാരെന്ന് പറഞ്ഞാൽ പള്ളി ജോലി ചെയ്യൽ മാത്രമല്ലല്ലോ, കുട്ടികളെ മദ്രസയിൽ പഠിപ്പിക്കൽ മാത്രമല്ല. ഇപ്പോൾ നമ്മുടെ ചുറ്റുപാടുമുള്ള സാധാരണക്കാരായ ഒരുപാട് മുഅ്മിനീങ്ങൾ, അവർക്കൊക്കെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങളൊക്കെ എന്തെങ്കിലും ഒരു പരിഹാരം കിട്ടും. ഉസ്താദ് ദുആ ചെയ്യും, അല്ലെങ്കിൽ ഉസ്താദ് എന്തെങ്കിലും ഒരു ദിക്ർ പറഞ്ഞു തരും, സ്വലാത്ത് പറഞ്ഞു തരും, എന്തെങ്കിലും ഒരു വഴി കാണിച്ചു തരും എന്നൊക്കെ അവരാഗ്രഹിച്ച് ചിന്തിച്ച് ഉസ്താദുമാരോട് ഒരുപാട് പ്രയാസങ്ങൾ പറയാറുണ്ട്. അപ്പോൾ എല്ലാവർക്കും അത് അക്സെപ്റ്റ് ചെയ്തോളണം എന്നില്ല. ഇപ്പോൾ എല്ലാ പ്രയാസങ്ങളും ഇങ്ങനെ കേട്ട് മനസ്സ് വിഷമിച്ച് പോകുന്ന പല ആളുകളുമുണ്ട്. ഞാൻ പറഞ്ഞു വന്നത്, ആ കൂട്ടത്തിൽ അദ്ദേഹം പറഞ്ഞു, നമുക്ക് ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത തരത്തിൽ ഒരാളെ കണ്ടാൽ പിന്നെ അയാൾ പ്രശ്നങ്ങൾ മാത്രമല്ല, ഓരോ ആളുകൾ അവരുടെ ജീവിതത്തിൽ ചെയ്ത ചില പ്രവർത്തനങ്ങൾ വരെ, ചില മോശപ്പെട്ട പ്രവർത്തനങ്ങൾ വരും. ഞാൻ അങ്ങനെ ചെയ്തു പോയി, ഒരു കുമ്പസാരം പോലെ. ഇസ്ലാമിൽ അങ്ങനെ കുമ്പസാരമൊന്നുമില്ല, മറ്റുള്ളവരോടല്ല പറയേണ്ടത്, അതൊക്കെ അള്ളാഹിനോടാണ് കുമ്പസാരം, അള്ളാഹിനോടാണ് എല്ലാം പറയേണ്ടത്. അപ്പോൾ പല ചെറുപ്പക്കാരും ഒക്കെ വന്നിട്ട് അവരുടെ ജീവിതത്തിൽ പറ്റിപ്പോയ പല അബദ്ധങ്ങളൊക്കെ പറയും. എൻ്റെ വേറെ ഒന്നുമല്ല, ഉസ്താദ് ദുആ ഇറക്കണം, എനിക്ക് മഗ്ഫിറത്ത് കിട്ടാൻ, അതൊക്കെ പറയാൻ വേണ്ടിയാണ് പറഞ്ഞു വന്നത്. UK പഠിച്ച് അവിടെ ജോലിയൊക്കെ ചെയ്ത് സെറ്റിലായിരുന്ന ഒരാൾ, അയാൾ നാട്ടിലേക്ക് വന്നപ്പോൾ
ഈ എൻ്റെ സുഹൃത്തിനെ കാണാൻ വേണ്ടി വന്നു. അങ്ങനെ ഒരുപാട് ഇങ്ങനെ സംസാരിക്കുന്ന കൂട്ടത്തിൽ അദ്ദേഹം പറഞ്ഞു, ഉസ്താദെ പ്രത്യേകം ദുആ ചെയ്യണം. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇൻഷാ അല്ലാഹ് ദുആ ചെയ്യാം. അതായത് എനിക്ക് വേണ്ടത്, എനിക്ക് അത്യാവശ്യം അൽഹംദുലില്ലാഹ് സമ്പത്തുണ്ട്, നല്ല ജോലിയുണ്ട്, സുഖ സൗകര്യങ്ങളൊക്കെ ഉണ്ട്. എനിക്ക് വേണ്ടത് എൻ്റെ തെറ്റുകൾ അല്ലാഹു തആല പുറത്തു തരുമോ എന്നറിയണം. എൻ്റെ തെറ്റുകൾ അല്ലാഹു തആല പുറത്തു തരുമോ എന്നറിയണം. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, എന്താണ് 23-25 വയസ്സ് താഴെ ഉള്ളൂ. ഞാൻ ചോദിച്ചു, എന്താ ഈ പ്രായത്തിൽ എന്താ ഇത്ര വലിയ തെറ്റ് ചെയ്യാൻ? ആ സമയത്ത് പറഞ്ഞു, ഉസ്താദെ ഞാൻ ജീവിക്കുന്നത് UK യിലാണ്. അവിടെ നിന്ന് പല രാജ്യങ്ങളിലും, ആ യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ സഞ്ചരിക്കുന്നവരാണ്. പലപ്പോഴും ഞാൻ അബദ്ധത്തിൽ പെട്ടുപോകുന്നു. ഞാൻ മോശപ്പെട്ട പ്രവർത്തനങ്ങളിൽ ചെയ്തു പോയിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് മദ്യപിച്ചു പോയിട്ടുണ്ട്. അതുപോലെ തന്നെ വേണ്ടാത്തരങ്ങൾ ഒരുപാട് ചെയ്തിട്ടുണ്ട് ഉസ്താദെ. എന്നിട്ടിങ്ങനെ അദ്ദേഹം ജീവിതത്തിൽ ചെയ്ത പല അബദ്ധങ്ങളും പല തെറ്റുകളും മോശപ്പെട്ട പ്രവർത്തനങ്ങളൊക്കെ ഇദ്ദേഹത്തോട് പറഞ്ഞു. അവസാനം പറഞ്ഞു, ഇനിയൊന്നും പറയണ്ട. കാരണം നമുക്ക് ഒരാൾ നമ്മളോട് കാര്യം പറഞ്ഞാൽ പിന്നീട് നമുക്ക് അയാളെ കാണുമ്പോൾ ആ കാര്യങ്ങളൊക്കെ ഓർമ്മ വരില്ലേ. അങ്ങനെ ഉസ്താദുമാരോട്, ഞാൻ പറഞ്ഞു വന്നത് എൻ്റെ മുഅ്മിനീങ്ങൾ, ഉസ്താദുമാരോട് പറയേണ്ട ചില കാര്യങ്ങളുണ്ട്, പറയാൻ പാടില്ലാത്ത ചില കാര്യങ്ങൾ. അത് ഉസ്താദുമാരോടൊന്നല്ല, എല്ലാവരോടും. നമ്മൾ ചില ആളുകളോട് ചില കാര്യങ്ങൾ പറയരുത്, ചില കാര്യങ്ങൾ പറയണം. ആ കാര്യങ്ങളൊക്കെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിച്ചില്ലെങ്കിൽ വലിയ അബദ്ധത്തിൽ പെട്ടുപോകും. അത് നമുക്ക് തന്നെ അത് വിനയായി വരും. അപ്പോൾ ഞാൻ പറഞ്ഞത്, ഈ ഒരു ചെറുപ്പക്കാരൻ ഇദ്ദേഹത്തോട് ഇങ്ങനെ ചെയ്തു പോയ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇൻഷാ അല്ലാഹ് ഞാൻ ദുആ ചെയ്യാം, നിങ്ങൾ ഇസ്തിഗ്ഫാർ പറയും, അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറയും, ഇനി മേലാൽ ആ തെറ്റുകളിലേക്ക് പോവില്ല എന്ന് പറയും. അപ്പോൾ തൗബയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു. അങ്ങനെ ആ ചെറുപ്പക്കാരൻ പോയി. പറഞ്ഞു വന്നത്, ഇങ്ങനെ ഒരുപാട് ആളുകൾ എന്നോടും പറയാറുണ്ട്, അതുപോലെ തന്നെ പല ഉസ്താദുമാരോടും ഇങ്ങനെ ജീവിതത്തിൽ പറ്റിപ്പോയ പല അബദ്ധങ്ങളും ഇങ്ങനെ എന്ത് ചെയ്യണമെന്നറിയില്ല, തൗബ ചെയ്താൽ ഇത് പൊറുക്കുമോ എന്നൊക്കെ ആ ഒരു വലിയ വിഷമത്തിൽ ഇങ്ങനെ പറയാറുണ്ട്. ഒരിക്കലും നമ്മൾ ചെയ്ത തെറ്റുകൾ, അബദ്ധങ്ങൾ, പാപങ്ങൾ ആരോടും പറയാം. അത് ഉസ്താദിനോടും പറയാൻ പാടില്ല, ഉമ്മയോടോ വാപ്പയോടോ ഭാര്യയോടോ ഭർത്താവിനോടോ ആരോടും പറയാൻ പാടില്ല. നമ്മൾ ചെയ്ത തെറ്റുകൾ എന്ന് പറഞ്ഞാൽ അത് അള്ളാഹുവുമായിട്ട് ബന്ധപ്പെട്ട തെറ്റാണ്, അല്ലേ? നമ്മളൊരു തെറ്റ് ചെയ്താൽ അത് അള്ളാഹും നമ്മളും തമ്മിലുള്ള ആ ഒരു കണക്ഷനാണ്. അപ്പോൾ അതുകൊണ്ട് അള്ളാഹിനോട് പറയാം, പഠിച്ചോനെ എനിക്ക് അബദ്ധം പറ്റിപ്പോയി, അള്ളാഹുവേ തെറ്റു പറ്റിപ്പോയി, നീ പുറത്തു തരണേ അള്ളാഹ്. അപ്പോൾ തെറ്റ് ചെയ്താൽ അതിന് പരിഹാരം മറ്റുള്ളവരോട് പറഞ്ഞു നടക്കലല്ല. ഇപ്പോൾ ചില ആൾക്കാരുണ്ട്, ഞാൻ ഇന്നലെ ഒരു സിനിമ ഇറങ്ങില്ലേ, ഞാൻ പോയി കണ്ടു, അല്ലെങ്കിൽ എന്താണ്, ഞാൻ ഇന്നലെ ഒരു ട്രിപ്പ് പോയപ്പോൾ ഒരല്പം മദ്യപിച്ചു, ഇങ്ങനെ, അല്ലെങ്കിൽ എന്താ എനിക്കൊരു കാമുകയുണ്ട്, ഇങ്ങനെ എന്താണ് ജീവിതത്തിൽ പറ്റിപ്പോകുന്ന അബദ്ധങ്ങൾ അതെല്ലാവരോടും പറഞ്ഞു നടക്കുന്നത് അള്ളാഹുക്ക് ഒരിക്കലും ഇഷ്ടമല്ല. അള്ളാഹുവിന് ഏറ്റവും കൂടുതൽ വെറുപ്പുള്ള രണ്ട് മനുഷ്യന്മാരുണ്ട്. ഒന്നാമത്തേത് കരുണ ചെയ്യാത്ത ആളുകളാണ്. മറ്റുള്ളവർക്ക് കരുണ ചെയ്യുന്നില്ല, എപ്പോഴും ദേഷ്യവും വാശിയും കുശുമ്പൊക്കെ ആയിട്ട് നടക്കുന്നവരെ അള്ളാഹു ആഖിറത്തിൽ തിരിഞ്ഞു പോലും നോക്കില്ല. രണ്ടാമത്തേത് ഇതാണ്, അതായത് ഒരു തെറ്റ് ചെയ്ത്, അപ്പം ഞാനൊരു തെറ്റ് ചെയ്തു, അത് അള്ളാഹു മറച്ചു വെച്ചിരിക്കുകയാണ്. ഞാൻ ചെയ്ത തെറ്റെന്താണെന്ന് നിങ്ങൾക്കറിയില്ല. അപ്പോൾ ഞാനത് നിങ്ങളോട് പറഞ്ഞാലാണ് അത് എല്ലാവരും അറിയുക. പക്ഷെ അള്ളാഹു അത് മറച്ചു വെച്ചിരിക്കുക. അതുകൊണ്ട് ഞാൻ എൻ്റെ വകയായി പറയാൻ നിൽക്കണ്ട, ഞാൻ എൻ്റെ വകയായിട്ട് ഞാൻ ചെയ്ത തെറ്റുകൾ ആരോടും പറയാൻ നിൽക്കണ്ട. ഞാൻ പറയേണ്ടത് അള്ളാഹിനോട്, പറച്ചോനെ പറ്റിപ്പോയി, നീ എനിക്ക് പുറത്തു തരണേ. അപ്പോൾ ഉസ്താദുമാരോട് പറയേണ്ടതും പറയാൻ പാടില്ലാത്തതുമായ കാര്യങ്ങളുണ്ട്. നിങ്ങൾക്ക് ദുആ വസിയത്തുകൾ പറയാം, അല്ലേ? ഉസ്താദെ ദുആ ചെയ്യണം, മകൾക്ക് പനിയാണ്, അല്ലെങ്കിൽ എൻ്റെ കച്ചവടം ശരിയാവാൻ ദുആ രക്കണം, അതൊക്കെ പറയാം. അതല്ലാതെ ചെയ്തു പോയ അബദ്ധങ്ങളൊക്കെ ഉസ്താദിനോടെന്നല്ല, ആരോടും പറയാൻ പാടില്ല. ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ആരോടും ചെയ്തു പോയ അബദ്ധങ്ങൾ പറയരുത്. പറയേണ്ടത് അള്ളാഹിനോടാണ്. അള്ളാഹുവിനോട് നമ്മൾ ഇസ്തിഗ്ഫാർ ചെയ്യുക, പഠിച്ചോ ഇനി ഞാനത് ചെയ്യില്ല എന്ന് നമ്മൾ ഇസ്തിഗ്ഫാർ ചെയ്ത് അള്ളാഹുവിലേക്ക് തൗബ ചെയ്യുക. അതൊന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ മോശപ്പെട്ട സ്വപ്നങ്ങൾ. ഇന്നിപ്പോൾ പലരും അവർക്ക് അറിവില്ലാത്തത് കൊണ്ടാവാം ഓരോ ദിവസവും കാണുന്ന വ്യത്യസ്തമായ സ്വപ്നങ്ങളുണ്ട്. ഇപ്പം ഞാൻ പറയട്ടെ, ഇപ്പോൾ നമ്മൾ കാണുന്ന, ഇപ്പോൾ പലരും തെറ്റിദ്ധരിച്ചിരിക്കുന്നത് ഞാനൊരു സ്വപ്ന വ്യാഖ്യാനം പറയുന്ന ആളാണെന്നാണ്. പലരും ഫോണിൽ വിളിച്ചും അതല്ലാതെ നേരിട്ട് കണ്ടൊക്കെ ചോദിക്കാറുണ്ട്, ഉസ്താദെ ഞാൻ ഇന്നലെ ഒരു ആന കുത്താൻ വന്നു, എന്താ അതിൻ്റെ അർത്ഥം? അല്ലെങ്കിൽ എന്താണ്, ഞാൻ ഇന്നലെ ഒരു സ്വപ്നം കണ്ടു ഉസ്താദെ, ഞാനിങ്ങനെ പോകുന്ന വഴിക്ക് പെട്ടെന്നൊരു കുഴിയിലേക്ക് വീണു, എന്താണ്, വല്ലതും പറ്റുമോ? ഇങ്ങനെ ഓരോ ആളുകളും വന്ന് വ്യത്യസ്തമായ സ്വപ്നങ്ങൾ കാണും. ഇപ്പോൾ ആന കുത്താൻ വരുന്നു, പട്ടി കടിക്കാൻ വരുന്നു, അല്ലെങ്കിൽ എന്താണ് ഒരു കടലിൻ്റെ നടുക്ക് ഞാൻ ഒറ്റക്കായി പോയി, അല്ലെങ്കിൽ എന്താ ഞാനൊരു മീനിൻ്റെ വയറ്റിലായി പോയി, അല്ലെങ്കിൽ എനിക്ക് കുറേ കരിയില്ലേ, കരി, അതിങ്ങനെ കയ്യിലേക്ക് വരുന്നു. ഇങ്ങനെ പല പല സ്വപ്നങ്ങൾ കാണുന്നുണ്ട്. എന്താണ് വ്യാഖ്യാനം? അങ്ങനെയൊക്കെ ചോദിച്ചാൽ എനിക്കൊന്നും പറഞ്ഞു തരാൻ അറിയില്ല. സ്വപ്ന വ്യാഖ്യാനം ഞാൻ പഠിച്ചിട്ടില്ല. പിന്നെ ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചാൽ അറിയുന്ന ഉസ്താദുമാരോട് ചോദിച്ചാണ് പറഞ്ഞു തരുന്നത്. എന്തുമാവട്ടെ, പറഞ്ഞു വരുന്നത്, നമ്മൾ ഓരോ ദിവസവും കാണുന്ന സ്വപ്നങ്ങൾ അതെല്ലാവരോടും ഇങ്ങനെ വിളിച്ചു പറയേണ്ട കാര്യം ഇല്ല.
ഞാൻ പറയട്ടെ, നമ്മൾ കാണുന്ന സ്വപ്നങ്ങളിൽ 95% അത് പാഴ് സ്വപ്നങ്ങളാവാനാണ് സാധ്യത. നമ്മൾ കാണുന്ന ഓരോ ദിവസവും കാണുന്ന സ്വപ്നങ്ങളുണ്ടല്ലോ, ഇന്നലെ രാത്രി നമ്മൾ ഓരോ സ്വപ്നങ്ങൾ കണ്ടില്ലേ, അപ്പൊ അതിൻ്റെയൊക്കെ വ്യാഖ്യാനം അന്വേഷിച്ച് നടന്നാൽ അതിനേ നമുക്ക് സമയം ഉണ്ടാവുള്ളൂ. നമ്മൾ രാത്രിയും പകലൊക്കെ ചിലപ്പോൾ ഉറങ്ങിപ്പോകും. ആ ചില 1 മിനിറ്റ് ഉറങ്ങിയാൽ തന്നെ ആ 1 മിനിറ്റിൽ നമ്മൾ ചിലപ്പോൾ 1 മണിക്കൂറത്തെ സ്വപ്നം, അങ്ങനെ നമുക്ക് തോന്നിക്കുന്ന സ്വപ്നങ്ങൾ നമ്മൾ ചിലപ്പോൾ കാണാറുണ്ട്. ചിലപ്പോൾ നമ്മൾ ഒരു രാത്രി മുഴുവനും കിടന്നുറങ്ങിയാലും സ്വപ്നമൊന്നും കാണാറുമില്ല. അപ്പോൾ പറഞ്ഞു വന്നത്, കാണുന്ന സ്വപ്നങ്ങളിൽ 95% അത് പാഴ് സ്വപ്നങ്ങളാവാനാണ് സാധ്യത. ഇനി ഏതെങ്കിലും ഒരു സ്വപ്നം കണ്ടാൽ തന്നെ അത് ഫലിക്കണമെങ്കിൽ, മുഅ്മിനീൻ കണ്ട സ്വപ്നം അർറുഇയാ മിനല്ലാഹ്, അതായത് ഈ നല്ല സ്വപ്നങ്ങൾ അത് അല്ലാഹുവിൽ നിന്നുള്ളതാണ്, മോശപ്പെട്ട സ്വപ്നങ്ങൾ, ദുസ്വപ്നങ്ങൾ അത് പിശാചിൽ നിന്നുള്ളതാണ്. ആ കാര്യം പ്രത്യേകം മനസ്സിലാക്കുക കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇനി ഏതെങ്കിലും ഒരു സ്വപ്നം കണ്ടാൽ അതിൻ്റെ വ്യാഖ്യാനം അന്വേഷിച്ച് പോവേണ്ട കാര്യമൊന്നും ഇല്ല. ഞാൻ പറഞ്ഞു വന്നത്, നമ്മളിപ്പോൾ ഒരു സ്വപ്നം കണ്ടു, നമ്മൾ ഒരു ആരുമില്ലാത്ത സ്ഥലത്ത് നമ്മളിങ്ങനെ ഒറ്റക്ക് നിൽക്കുന്നു, അല്ലെങ്കിൽ മരണപ്പെട്ടു പോയ നമ്മുടെ ഉമ്മ, ഇപ്പം അതാണല്ലോ കൂടുതൽ ആളുകളും കാണുന്നത്, അതാണ് മരണപ്പെട്ട വാപ്പ വന്നിട്ട് ബാ മോനെ ബാ പോകാം അങ്ങനെ വിളിക്കുന്നു. അല്ലെങ്കിൽ ഞാനൊരു സ്ഥലത്തിരിക്കുമ്പോൾ എന്നെ ഒരാൾ തോണ്ടി ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ എൻ്റെ ഉമ്മയാണ്, ഉമ്മ മരിച്ചിട്ട് 18 വർഷമായി. അപ്പോൾ ഉമ്മ പറയുന്നു, ബാ മക്കളെ നമുക്ക് ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാം, അല്ലെങ്കിൽ മക്കളെ എനിക്കെന്തെങ്കിലും കുറച്ച് വെള്ളം താടാ, ഇങ്ങനെയൊക്കെ ഉമ്മ സ്വപ്നത്തിൽ വന്ന് ചോദിക്കുന്നു. അങ്ങനത്തെ സ്വപ്നങ്ങൾ പലരും കാണാറുണ്ട്. ഞാൻ പറയട്ടെ, ഇപ്പോൾ നമ്മളൊരു സ്വപ്നം കാണുകയാണെങ്കിൽ നമ്മൾ ആ ഉറങ്ങുന്നതിന് മുമ്പ് അന്നത്തെ ദിവസം ഈ ഉമ്മാടെ ചിന്തകൾ, ഉമ്മാടെ ഫോട്ടോ കണ്ടു അല്ലെങ്കിൽ ഉമ്മാനെ പറ്റി പറഞ്ഞു എങ്കിൽ നമുക്ക് സാധ്യതയുണ്ട് എന്ത്, അന്നത്തെ രാത്രി ഉമ്മാനെ സ്വപ്നം കാണാൻ സാധ്യതയാണ് കേട്ടോ. അന്നോ കണ്ടോളണം എന്നൊന്നുമില്ല. കാരണം നമ്മളൊരു കാര്യം മാനസികമായും ശാരീരികമായും നമ്മൾ അതിലേക്ക് ഒരു കാര്യം ഇങ്ങനെ ഫോക്കസ് ചെയ്താൽ ആ കാര്യം നമ്മൾ അന്ന് സ്വപ്നം കാണാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ അതിൻ്റെ പിറ്റേന്ന് കാണാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ നമ്മൾ ഒരാളെ കണ്ടു, ഒരാളുടെ പ്രസംഗം കേട്ടു, ഒരാളെ ഇപ്പോൾ പലരും പറയാറുണ്ട്, ഉസ്താദ് ഞാൻ ഉസ്താദിന് ഇന്നലെ സ്വപ്നം കണ്ടു, ഉസ്താദിൻ്റെ ക്ലാസ് കേൾക്കുന്നതായിട്ട് സ്വപ്നം കണ്ടു. എന്താ, തലേന്നും അതിൻ്റെ പിറ്റേന്നും ഒക്കെ അവർ ക്ലാസ് കേട്ടു, അത് സ്വപ്നത്തിലേക്ക് വന്നു. അതിപ്പോൾ വലിയ ആനക്കാര്യമൊന്നുമില്ല. ഇതുപോലെ ഇപ്പോൾ ഉമ്മാനെ പറ്റി പറയുന്നു, വാപ്പാനെ പറ്റി പറയുന്നു, പിറ്റേന്ന് നമ്മൾ സ്വപ്നം കാണും, അത് സ്വാഭാവികമാണ്. എന്ന് വെച്ച് അത് നമ്മൾ മരിക്കും, മരിച്ച ആളുകളെ സ്വപ്നം കണ്ടാൽ നമ്മളും മരിക്കോ, അങ്ങനെയൊന്നുമില്ല. മരണപ്പെട്ട ആളുകളെ സ്വപ്നം കാണുന്നത് അത് പല ഉലമാക്കളും പറഞ്ഞിട്ടുണ്ട്, അത് ഖൈറാണെന്നാണ്, അത് നല്ലതാണെന്നാണ് മരണപ്പെട്ട ആളുകളെ സ്വപ്നം കാണുക. പിന്നെ മരണപ്പെട്ട ആളുകൾ ഇപ്പോൾ വിളിക്കുന്നതായിട്ടോ അല്ലെങ്കിൽ എനിക്കെന്തെങ്കിലും തരണേ, കുറച്ച് ഭക്ഷണം താ, അങ്ങനെയൊക്കെ എന്തെങ്കിലും സ്വപ്നം കണ്ടാൽ അത് അവർ നമ്മളിൽ നിന്നും എന്തെങ്കിലും ആഗ്രഹിക്കുന്നു. അതായത് ഒരു ഫാത്തിഹ ഓതി അവർക്ക് വേണ്ടി ദുആ ചെയ്യുക, ഒരു യാസീൻ ഓതി അവർക്ക് വേണ്ടി ദ്വാരക്കുക. അപ്പോൾ എന്ത് സ്വപ്നം കണ്ടാലും അള്ളാഹുലേക്ക് ദ്വാരക്കലാണ് വേണ്ടത്, അല്ലാതെ അതിൻ്റെ വ്യാഖ്യാനം അന്വേഷിച്ച് നടക്കലല്ല. ചിലപ്പോൾ നമുക്ക് പിടിച്ചാൽ കിട്ടാത്ത അല്ലെങ്കിൽ നമ്മൾ കേട്ടാൽ പേടിച്ചു പോകുന്ന പല വ്യാഖ്യാനങ്ങളുമായി മാറാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, കാണുന്ന സ്വപ്നം എല്ലാവരോടും പറഞ്ഞു നടക്കണ്ട. ഒരു സ്വപ്നം കണ്ടാൽ അല്ലാഹുവേ പടച്ചവനെ ഇത് ഖൈറാണെങ്കിൽ നീ എനിക്ക് അടുപ്പിച്ചു തരണം, ഷർറ് ബല എന്തെങ്കിലുമൊക്കെ മുസീബത്താണെങ്കിൽ ഇത് തട്ടിക്കളയണേ എന്ന് ദുആ ചെയ്യലാണ് വേണ്ടത്. അപ്പോൾ ഒന്നാമത്തെ കാര്യം, തെറ്റ് ചെയ്തത് ആരോടും പറയാൻ നിൽക്കണ്ട, അത് അള്ളാഹുവോട് പറഞ്ഞ് നമ്മൾ തൗബ ചെയ്യുക. രണ്ടാമത്തേത്, മോശപ്പെട്ട സ്വപ്നങ്ങൾ, ആ സ്വപ്നങ്ങൾ ആരോടും പറയേണ്ട, മോശപ്പെട്ടത് ആരോടും പറയേണ്ട. ഇപ്പം നല്ല ഹജ്ജ് ചെയ്യാൻ പോകുന്നതായിട്ടൊരു സ്വപ്നം കണ്ടാൽ അതൊക്കെ സന്തോഷമല്ല, അത് വേണമെങ്കിൽ പറഞ്ഞോ, എന്നാലും സ്വപ്നങ്ങൾ മൊത്തത്തിൽ ആരോടും പറയാതിരിക്കലാണ് വേണ്ടത്. മൂന്നാമത്തേത് എന്താണെന്നറിയോ, സാമ്പത്തികമായ കാര്യങ്ങൾ കൂടുതൽ ആരോടും പറയണം. അൽ ഐനു ഹഖ്കുൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസാണ്, അൽ ഐനു ഹഖ്കുൻ, കണ്ണേറ് സത്യമാണ്. വലൗ കാന ശൈഉൻ സാബഖൽ ഖദർ ലസബഖഹുൽ ഐൻ, അതായത് കണ്ണേറ് സത്യമാണ്. നമുക്ക് അല്ലാഹു തആല വിധിച്ചിട്ടുള്ള ഒരു കാര്യമുണ്ടല്ലോ, അതുപോലും ചിലപ്പോൾ അത് തിരിക്കാൻ പോലും ഈ കണ്ണേറിന് സാധിക്കുമെന്ന്. അതുകൊണ്ട് വളരെയധികം സൂക്ഷിക്കണം. നമ്മുടെ സാമ്പത്തികമായ കാര്യങ്ങളൊന്നും കൂടുതൽ ആരോടും വിശദീകരിക്കേണ്ട കാര്യമില്ല. നമ്മുടെ കൂട്ടുകാർ വന്നു, എനിക്ക് അവിടെ നിന്ന് പൈസ കിട്ടാനുണ്ട്, ഇവിടുന്ന് പൈസ കിട്ടാനുണ്ട്, അങ്ങനെ കിട്ടാനുണ്ട്, അല്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് കൊടുക്കാനുണ്ട്, കുറച്ച് കോടികൾ വരാനുണ്ട്, ഇങ്ങനെ സാമ്പത്തികമായ ഇടപാടുകൾ നമ്മുടെ മനസ്സിലിരിക്കട്ടെ. കൂടുതൽ ആരോടും, നമുക്ക് വിശ്വാസമുള്ളവരോട് പറയാം, എല്ലാവരോടും പറഞ്ഞാൽ അത് എല്ലാവർക്കും ദഹിക്കണമെന്നില്ല, ആ കാര്യം മനസ്സിൽ വെക്കുക. പിന്നെ നാലാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ കിടപ്പറ രഹസ്യങ്ങൾ. ഇന്നിപ്പോൾ ഒരുപാട് ചെറുപ്പക്കാരികളും ചെയ്യുന്ന വളരെ മോശപ്പെട്ട ഒരു കാര്യമാണ് അതൊക്കെ ഒരു സ്റ്റാറ്റസായി മാറി. ഇന്നലെ രാത്രി എന്താണ് ബെഡ്റൂമിൽ സംഭവിച്ചത്, അതങ്ങോട്ട് പറയലാണ്, അത് വ്ളോഗിലൂടെ പറയുകയാണ്. ഒരു നാണവും ഉളുപ്പുമില്ലാതെ വന്ന് രണ്ടുപേര് ഇന്നിട്ട് ഇൻ്റർവ്യൂ ചെയ്യുന്നു. ഇന്നത്തെ ഇൻ്റർവ്യൂ ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? എന്തെങ്കിലും ഒരു തെറി, ഇപ്പോൾ ഞാൻ വൈറലാവണം എങ്കിൽ ഞാൻ എന്താ ചെയ്യേണ്ടത്? ഞാൻ നിങ്ങളോട് ഈ നല്ല കാര്യം പറയുന്നതിന് പകരം എന്തെങ്കിലും ഒരു തെറിയോ എന്തെങ്കിലും ഒരു മോശത്തരമോ എന്തെങ്കിലും ഒരു വേണ്ടാത്ത വർത്തമാനമോ ഞാൻ നിങ്ങളോട് പറഞ്ഞാൽ ആ ഭാഗം മാത്രം കട്ട് ചെയ്ത് പ്രചരിപ്പിച്ചിട്ട് ഞാൻ വൈറലാകും.
എന്നിട്ടോ പിറ്റേന്ന് നാളെ എന്നെ ഇൻ്റർവ്യൂ ചെയ്യാൻ വേണ്ടി വരും. എന്താണ് നിങ്ങൾ അങ്ങനെ പറയാനുള്ള കാരണം? എന്നിട്ട് നിങ്ങളുടെ ഫാമിലി എന്താ? ഇങ്ങനെ സമൂഹത്തിൽ ഇന്ന് നല്ല ആളുകൾ ആർക്കും വേണ്ട, മോശപ്പെട്ട ആളുകളെ ഹൈലൈറ്റ് ചെയ്തിട്ട് ഇപ്പോൾ ഈ ബിഗ് ബോസ് ഒക്കെ കണ്ടില്ലേ, സമൂഹത്തിൽ എല്ലാവരും എന്നല്ല, വേണ്ടാത്ത ചില കാര്യങ്ങൾ ചെയ്യുന്ന ആളുകളെയൊക്കെ വലിയ ഹൈലൈറ്റ് ആയി കൊണ്ട് നടക്കുന്ന ഒരു പ്രവണത. ഞാൻ അങ്ങോട്ടൊന്നും കടക്കുന്നില്ല. പറഞ്ഞു വന്നത് നമ്മുടെ ഈ കിടപ്പറ രഹസ്യങ്ങൾ, ഭാര്യ ഭർത്താവ്, ആ ഒരു റിലേഷൻ, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ആരോടും പറയും. ഇന്ന ശർറന്നാസി ഇൻദല്ലാഹ് യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ ജനങ്ങളിൽ ഏറ്റവും മോശപ്പെട്ട ആള് ആയി അല്ലാഹു തആല കണക്കാക്കുന്നത് ഇങ്ങനെയുള്ളവരാണ്. നമ്മുടെ ആ കിടപ്പറ രഹസ്യം, ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള ആ രഹസ്യങ്ങൾ മറ്റുള്ളവരോട് പറയലാണ്. പിന്നെ അതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങളുണ്ട്, ഒരുപാട് കാര്യങ്ങൾ നമ്മൾ മറ്റുള്ളവരോട് പറയാൻ പാടില്ല. ഇപ്പം നമ്മൾ നല്ലൊരു കാര്യം ചെയ്താലും അത് കൂടുതൽ പരസ്യപ്പെടുത്താൻ പാടില്ലെന്നാണ്. അതായത് ഇപ്പോൾ നമ്മൾ ഇന്ന് തഹജ്ജുദിന് എഴുന്നേറ്റു, ഇന്ന് തഹജ്ജുദ് നിസ്കരിച്ചു, അപ്പോൾ ഇങ്ങനെ ചുമ്മാ പറയാം, ഞാൻ ഇന്ന് തഹജ്ജുദിന് എഴുന്നേറ്റപ്പോൾ എന്തിനാ? നമ്മൾ ചെയ്ത നല്ല കാര്യം അത് അല്ലാഹും നമ്മളും തമ്മിൽ ഇരിക്കട്ടെ, അത് മറ്റുള്ളവരോട് വെറുതെ ഇങ്ങനെ പറഞ്ഞ് അതിങ്ങനെ വെറുതെ വഷളാക്കേണ്ട കാര്യമില്ല. പിന്നെ എന്താണ്, പിന്നെ അതുപോലെ തന്നെ നമ്മുടെ കുറവുകൾ, നമ്മുടെ രഹസ്യങ്ങൾ, നമ്മുടെ ബാല്യത്തിൽ ചെയ്ത പല അബദ്ധങ്ങൾ ഒക്കെ ഉണ്ടാവും, അതൊന്നും ആരോടും പറയേണ്ട. ഇങ്ങനെ ആരോടും പറയാൻ പാടില്ലാത്ത ചില കാര്യങ്ങളുണ്ട്, ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. പിന്നെ ഇൻഷാ അല്ലാഹ് ഇന്ന് ഒരു ഇസ്മ എൻ്റെ ഉമ്മമാർക്കും ഉപ്പമാർക്കും ഞാൻ പറഞ്ഞു തരാം. വേറെ ഒന്നുമല്ല, നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് ഇപ്പോൾ പിണക്കങ്ങൾ കൂടി വരികയാണ് അല്ലേ, പിണക്കങ്ങൾ കൂടി വരുന്നു. ഇപ്പം സഹോദരന്മാർ തമ്മിൽ പരസ്പരം പിണക്കം, അങ്ങനെ എത്രയോ ആളുകൾ വന്ന് പറഞ്ഞു, അതെ 2 പെൺമക്കളാണുള്ളത്, ആ 2 പെൺമക്കളും വഴക്കെന്ന് പറഞ്ഞാൽ അവരെ കെട്ടിച്ച് വിട്ടിട്ടൊന്നുമില്ല, അവർ 20-25 വയസ്സൊക്കെ ഉള്ളൂ, പക്ഷെ അവർ തമ്മിൽ ഭയങ്കര ശത്രുതയാണ്, ഭയങ്കര ശത്രുത. അതുപോലെ സഹോദരന്മാർക്കിടയിൽ, ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ, മക്കൾക്കിടയിൽ, അയൽവാസികൾക്ക്, എല്ലാവർക്കും ഇടയിൽ ഇങ്ങനെ ശത്രുതയാണ്. ഈ ശത്രുത മാറാനും ഇണക്കമുണ്ടാവാനും പിണക്കം മാറാനും നമുക്ക് ചെയ്യാൻ പറ്റിയൊരു കാര്യമുണ്ട്. എന്താണെന്നറിയോ? യാ വദൂദു യാ അല്ലാ എന്ന അള്ളാഹുവിൻ്റെ പുണ്യമായ ഒരു ഇസ്മുണ്ട്. യാ വദൂദു യാ അല്ലാ എന്ന ഇസ്മ, അത് ഒരുപാട് ശ്രേഷ്ഠതയുള്ള ഇസ്മാണ്. എന്താ അതിൻ്റെ അർത്ഥം? യാ വദൂദു യാ അല്ലാ എന്ന് പറഞ്ഞാൽ സ്നേഹിക്കുന്നവനെ, സ്നേഹമുള്ളവനെ എന്നാണ് ഏകദേശം അർത്ഥം. സ്നേഹിക്കുന്നവനെ, യാ വദൂദു യാ അല്ലാ, സ്നേഹിക്കുന്നവനെ. അള്ളാഹുവിൻ്റെ ഈ ഒരു ഇസ്മ, നാമം യാ വദൂദു യാ അല്ലാ എന്ന ഇസ്മ എല്ലാ ദിവസവും, അത് രാവിലെ ആവാം വൈകുന്നേരം, എല്ലാ ദിവസവും 470 തവണ, 470 പ്രാവശ്യം നമ്മൾ പറയുക. യാ വദൂദു യാ അല്ലാ, യാ വദൂദു യാ അല്ലാ, യാ വദൂദു യാ അല്ലാ, യാ വദൂദു, ഇങ്ങനെ നമ്മൾ പറയും 470 വട്ടം. അത് പറഞ്ഞിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേൽ സ്വലാത്ത് ചൊല്ലുക. കുറച്ച് സ്വലാത്ത്, അറിയാവുന്ന ഏതെങ്കിലും ഒരു സ്വലാത്ത് ചൊല്ലിയിട്ട് നമ്മൾ ദുആ ചെയ്യാം. അല്ലാഹുവേ പടച്ചോനെ, എൻ്റെ മക്കൾക്കിടയിൽ ഭയങ്കര പ്രശ്നങ്ങളുണ്ട്, അത് നീ മാറ്റിത്തരണേ, ഇങ്ങനെ നമ്മൾ ദ്വാരക്കുക. അല്ലെങ്കിൽ എന്താണ്, ഇപ്പോൾ ഭാര്യ ഭർത്താക്കന്മാർ പിണക്കത്തിലാണ്, അപ്പോൾ അവർക്കിടയിൽ സ്നേഹമുണ്ടാവാൻ, ഭാര്യയ്ക്ക് ഭർത്താവിനോട്, ഭർത്താവിന് ഭാര്യയോടൊക്കെ സ്നേഹമുണ്ടാവാൻ എന്ത് ചെയ്യണം? ഈ ഒരു യാ വദൂദു യാ അല്ലാ എന്ന ഇസ്മ 470 വട്ടം പറഞ്ഞ് ഒരു വെള്ളത്തിലേക്ക് മന്ത്രിച്ചിട്ട് അതെന്ത് ചെയ്യുക? കുടിക്കാൻ കൊടുക്കുക. അത് ഭക്ഷണത്തിൽ നമ്മൾ മന്ത്രിച്ച് ഊതുക. അങ്ങനെയൊക്കെ നമുക്ക് ചെയ്താൽ ഇൻഷാ അല്ലാഹ് വലിയ ഖൈറുണ്ടാകും. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇൻഷാ അല്ലാഹ് പറയാനുണ്ട്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്കെല്ലാവർക്കും ഖൈറും ബറക്കത്തും ഒക്കെ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പരിശുദ്ധമായ സ്വഫർ മാസത്തിൻ്റെ 4ാമത്തെ തിങ്കളാഴ്ച രാവാണ്. നാളെ തിങ്കളാഴ്ച പകലാൻ ഇൻഷാ അല്ലാഹ് വലിയ രൂപത്തിൽ സ്വലാത്ത് അധികരിപ്പിക്കുക. കാരണം ഇനി റബീഉൽ അവ്വൽ വരാൻ ഏതാനും ദിവസങ്ങൾ കൂടി മാത്രമാണ് ബാക്കിയുള്ളത്. അൽഹംദുലില്ലാ, റബീഉൽ അവ്വൽ ആകുമ്പോൾ നമുക്ക് ഒരുപാട് നല്ല കാര്യങ്ങൾ, അതായത് സ്വലാത്തുമായി ബന്ധപ്പെട്ട കാര്യം, മൗലിദുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പറയാനുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെല്ലാവരെയും ഖൈറിൻ്റെ സലാമത്തിൻ്റെ അഹ്ലുകാരിൽ ഉൾപ്പെടുത്തുമാറാവട്ടെ. നിസ്കാരം കൃത്യമാക്കുന്നവരുടെ കൂട്ടത്തിൽ, ഖുർആൻ ഓതുന്നവരുടെ കൂട്ടത്തിൽ, ദിക്ർ ഔറാദുകൾ പറയുന്നവരുടെ കൂട്ടത്തിൽ റബ്ബ് നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. എല്ലാ രോഗങ്ങൾക്കും അല്ലാഹു തആല ശിഫാ തരുമാറാവട്ടെ. നിരവധി അനവധി രോഗങ്ങൾ പറഞ്ഞ്, പ്രയാസങ്ങൾ പറഞ്ഞ്, ദുആ വസിയത്ത് പറഞ്ഞവരുണ്ട്. അല്ലാഹു തആല എല്ലാവരുടെയും പ്രയാസ പ്രശ്നങ്ങൾ മാറ്റിക്കൊടുക്കുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ് നാളെ നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് കാണാം. അതുവരേക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.